ഹലോ മൈ ക്യൂട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നൊരു ഹാമ്പർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വാലൻറ്റൈൻസ് ഡേക്കല്ല വരുന്ന ഫെബ്രുവരി 14 അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. വാലൻറ്റൈന് മാത്രമല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാം, അമ്മമാർക്കൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഞാനിതിലൊരു ചുരിദാർ, പിന്നെ 2 അടിപൊളിയായിട്ടുള്ള സ്പ്രേസ്, കുറച്ച് ഓർണമെൻറ്റ്സ്, സ്ക്രഞ്ചീസ്, ലിപ്സ്റ്റിക്, അതുപോലെ തന്നെ ബോബി ബ്രൗണിൻ്റെ ലിപ് ബാം, മോയ്സ്ചറൈസർ അടിപൊളിയാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ജെനുവിൻ റിവ്യൂ ആണ് പറയുന്നത്, അടിപൊളിയാണ്. അപ്പോൾ അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ സൺസ്ക്രീനും കൂടിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രാബ്, അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ക്യാൻഡിലാണ് കേട്ടോ ഇത്. റോസ് ഫ്ലവറിൻ്റെ മോൾഡ് വെച്ചിട്ടുണ്ടാക്കിയതാണ്. ക്യാൻഡിലൊക്കെ നമുക്ക് ഹൗസിൽ ഉണ്ടാക്കാൻ പറ്റും, അപ്പോൾ അതുകൊണ്ട് അതുകൂടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സും, പിന്നെ ഈ ഒരു ബാഗ് വന്നിട്ട് അടിപൊളി ബാഗാണ് കേട്ടോ. ഫസ്റ്റ് യൂസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. എവിടെ നിന്ന് മേടിച്ചെന്ന് എനിക്ക് ഓർമ്മയൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. പിന്നെ നിങ്ങൾക്ക് റോസ് ഫ്ലവർ ആയിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടാകാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് റോസ് ഫ്ലവേഴ്സും ഡയറി മിൽക്ക് സിൽക്കൊക്കെ കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഞാനിത് ലേഡീസിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ബോയ്സിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ബോയ്സിന് ഇപ്പോൾ ഒന്നുമില്ല, നമ്മൾക്ക് ഇത് തന്നെ കൊടുക്കുക. അതുപോലെ നമുക്ക് ഷർട്ട്സ്, പെർഫ്യൂംസ്, പിന്നെ അവരുടേതായിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോയ്സിന് റെഡിയാക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ തന്നെ. അപ്പോൾ ഞാൻ പിന്നെ ഈ ഓർണമെൻറ്റ്സും കുട്ടി പെർഫ്യൂം, പോക്കറ്റ് ഫ്രണ്ട്ലി പെർഫ്യൂമും എനിക്ക് ഇങ്ങനെ വെറുതെ വെക്കുമ്പോൾ എനിക്കിഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ തിങ്ക് ഓഫ് യു എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു പെട്ടി എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചതിന് ശേഷം നല്ല പെർഫെക്റ്റായിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നല്ല റിബണൊക്കെ റെഡ് റിബണൊക്കെ കെട്ടാൻ പറ്റും. പിന്നെ ഞാനത് വെറുതെ വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സീക്രട്ട് പോലെ നമ്മുടെ ചുരിദാറിൽ അങ്ങോട്ട് പൊതിഞ്ഞ് വെച്ചു. പിന്നെ സൈഡിൽ നമ്മുടെ ബാഗും വെച്ചു. പിന്നെ അടിപൊളിയായിട്ട് ഒരു പെർഫ്യൂമും ക്യാൻഡിലും, പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ 2 റിങ്സും കൂടി അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വാച്ച് ഉണ്ടായിരുന്നു, അത് എസ്കോർട്ടിൻ്റെ വാച്ചായിരുന്നു. അടിപൊളി വാച്ചാണ് കേട്ടോ. അപ്പോൾ ആ വാച്ച് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നല്ല ക്ലീൻ റാപ്പ് ചെയ്തിട്ട് ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ക്ലീൻ റാപ്പ് ചെയ്തതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഒരു ബാൻഡ്, അതായത് നമ്മുടെ മുടിയിൽ കെട്ടുന്ന ബാൻഡും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ റോസ് ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഫ്രഷ് റോസ് ഫ്ലവേഴ്സും ഡയറി മിൽക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാണ്ടിരുന്നത്. നിങ്ങൾക്ക് അതുകൂടി ആഡ് ചെയ്യാം. പിന്നെ മിഠായി റാപ്പ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ക്ലീൻ റാപ്പിൽ ആഡ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ ഒലിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഡ്രസ്സുമേക്ക് ആവും കേട്ടോ.